ആ ഗുണ്ടായിസം 8 മടക്കി പിണറായി വിജയൻ്റെ അടുക്കളയിൽ കൊണ്ടുവച്ചാൽ മതി. ആ ഗുണ്ടായിസവുമായിട്ട് തിരുവനന്തപുരത്തെ BJP ഭരിക്കുന്ന മേയറെയോ BJPയുടെ ഏതെങ്കിലും ഒരു നേതൃത്വത്തിന് നേരെയോ വന്നാൽ ശിവൻകുട്ടിക്ക് കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കി തരാൻ ഞങ്ങൾ തീരുമാനിക്കും. BJP ഭരണത്തിൽ വന്നതിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്നും നടക്കുന്നില്ല. ജനങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യമായി തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് നടക്കുന്നുണ്ട്, അത് നടത്തുന്നുണ്ട്. അത് നോക്കാൻ കഴിവുള്ള ഒരു മേയറും കൂട്ടരും ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനകത്തുണ്ട്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് അടിയന്തരമായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരികയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വന്നിറങ്ങി അദ്ദേഹത്തിന് കുശലാന്വേഷണം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, അത്യാവശ്യം കയറണം. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം എടുത്ത പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്ന് CPM വീണ്ടും വിഭ്രാന്തപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടെ വർക്കിൽ വന്നിട്ടുള്ള മുഴുവൻ വർക്കുകളെ ഫോറൻസിക് ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഓഡിറ്റ് കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് CPMൻ്റെ ജില്ലാ കമ്മിറ്റിക്കകത്ത് എത്ര പേര് മിച്ചം ഉണ്ടാവും നമുക്ക് കാണാം. ഇത്രയും കാലം മേയർമാരുണ്ടായിരുന്നല്ലോ, വഴിയിൽ തടഞ്ഞു നിർത്തി ഞാൻ മേയറാണ്, നീ ആരാടാ ഇതിലെ ബസ് ഓട്ടിക്കാൻ എന്ന് ചോദിച്ചിരുന്ന മേയറിൽ നിന്ന് 17 വയസ്സ് കഴിഞ്ഞാൽ എനിക്കൊരു വോട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് മലപ്പുറത്തു നിന്ന് വന്നൊരു കുട്ടി മേയറെ ചേർത്ത് നിർത്തി പറയുന്ന നിലയിലേക്ക് തിരുവനന്തപുരത്തെ മേയറും തിരുവനന്തപുരത്തെ ഭരണ സംവിധാനവും ജനകീയമായിട്ടുണ്ടെങ്കിൽ അതിൽ പലർക്കും ഭയപ്പാടുണ്ടാവും. ഞങ്ങൾക്ക് ആ ഭയപ്പാടില്ല. അതിനെല്ലാം എങ്ങനെ നേരിടാനാണ് BJPയുടെ ഒരു പ്ലാൻ? ജനങ്ങളുണ്ടെന്ന് ഞങ്ങളുടെ കൂടെ.